മോഹൻലാൽ എന്ന നടന്റെ കഴിഞ്ഞ വർഷം അത്രയ്ക്ക് വലിയ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ മികച്ച സിനിമകളാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. അത് പ്രേക്ഷക സ്വീകാര്യത നേടിയില്ല എന്നത് മാത്രമാണ് ഒരു പ്രശ്നമായി മാറിയിരുന്നതും. എന്നാൽ മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഗംഭീര ചില സംവിധായകർക്കും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ഒപ്പം മോഹൻലാൽ എത്താൻ പോകുന്നു. അതിന്റെ തുടക്കം 2025 ആദ്യം മുതൽ തന്നെ നമ്മൾ കാണാൻ പോവുകയാണ്. അതിനൊപ്പം തന്നെ മോഹൻലാൽ ചെയ്യാനിരിക്കുന്ന സിനിമകൾക്കും വലിയ പ്രതീക്ഷകളാണ്. അടുത്തിടെ ഒരു ചിത്രം നമുക്ക് മുന്നിലേക്ക് കൺഫേമായി എത്തിയ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു. ജിതു മാധവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു മോഹൻലാൽ ചിത്രം. അത് മോഹൻലാൽ കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തപ്പോൾ ആരാധകർ ആവേശത്തിലായി. ആവേശം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ജിതു മാധവൻ ഒരു ആക്ഷൻ പാക്ഡ് മോഹൻലാൽ സിനിമ ചെയ്യാനൊരുങ്ങുന്നത്. മോഹൻലാലിന്റെ ഒരു ആക്ഷൻ സിനിമ, ആക്ഷൻ മാസ് സിനിമ കാണാനുള്ള പ്രേക്ഷകരുടെ ആവേശം വളരെ വലുതാണ്. അപ്പോഴാണ് മോഹൻലാൽ ഇങ്ങനെയൊരു ചിത്രം, അതും വലിയൊരു ബാനറിൽ ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ജിതു മാധവൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം അങ്ങനെ ചെറിയൊരു ആക്ഷൻ ചിത്രമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചില അപ്ഡേറ്റുകൾ എത്തിയിരിക്കുന്നത്. കാരണം ഈ ചിത്രത്തിൽ ആക്ഷൻ കൊറിയോഗ്രാഫ് ചെയ്യാൻ പോകുന്നത് അൻബറിവ് ടീമാണ്. അൻബറിവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ആക്ഷൻ ജോഡികളാണ് അൻബറിവ്. ഗംഭീര ആക്ഷൻ സീക്വൻസുകളാണ് അവർ പല സിനിമകൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോഹൻലാലുമായി ഒന്നിച്ചാലോ? മോഹൻലാലുമായി അൻബറിവ് ഒന്നിക്കണമെന്ന് നേരത്തെ തന്നെ പ്രേക്ഷകർക്കും ആരാധകർക്കും ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് ഈ ചിത്രത്തിലൂടെ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതേ ചിത്രത്തിൽ തന്നെ മറ്റൊരു ആക്ഷൻ കൊറിയോഗ്രാഫർ കൂടി എത്തിയാക്കാനുള്ള സാധ്യതയെപ്പറ്റി പറയുകയാണ്. ഈ മോഹൻലാൽ ചിത്രത്തിന് വേണ്ടി ഇതിന്റെ അണിയറ പ്രവർത്തകർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ആന്റിലോങ് സ്റ്റണ്ട് ടീമിനെയാണ്. ആന്റിലോങ് സ്റ്റണ്ട് ടീം എന്ന് പറയുന്നത് കൽക്കി എന്ന പ്രഭാസ് ചിത്രത്തിന് വേണ്ടി ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്ത ടീമാണ്. ഇവരെയും മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ ടീം അപ്രോച്ച് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. പ്രത്യേകം ആക്ഷൻ സീക്വൻസുകൾക്ക് വേണ്ടിയാണ് ഈ സ്റ്റണ്ട് കൊറിയോഗ്രാഫേഴ്സ് ഈ ചിത്രത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നാണ് സൂചനകൾ. അപ്പോൾ വെറും ഒരു ആക്ഷൻ സിനിമയല്ല മോഹൻലാലിന്റേതായി അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത്. ഒരു വെൽ പാക്ഡ് ആക്ഷൻ മാസ് എന്റർടൈൻമെന്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് സിനിമ സഞ്ചരിക്കുകയാണ്. പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ഈ ചിത്രം വലിയ വിരാമം ഇടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു സെറ്റപ്പ് തന്നെയാണ് ജിതു മാധവനും മോഹൻലാലും ഒക്കെ ഒന്നിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് അത് അത്യാവശ്യമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഗംഭീരമായ ഒരു സിനിമയിലൂടെയും ഗംഭീരമായൊരു ബോക്സ് ഓഫീസ് ഓപ്പണിങ്ങിലൂടെയും ഒക്കെ അത് സംഭവിക്കേണ്ടതുണ്ട്. ഇത് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ തിരിച്ചടി കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. കാരണം ഇവർക്ക് തിരിച്ചടി കിട്ടുമ്പോൾ മോളിവുഡ് സിനിമയ്ക്ക് ഗംഭീര സിനിമകളാണ് നഷ്ടമാകുന്നത്. പക്ഷേ ഇവർക്ക് നല്ല സിനിമകളിലേക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ മോളിവുഡിൽ ഏറ്റവും ഫേവറേറ്റ് ആയ ഗംഭീര സിനിമകൾ പിറക്കും. പറഞ്ഞു വരുന്നത് മോഹൻലാലിനെയും നിവിൻ പോളിയെയും കുറിച്ചാണ്. രണ്ടുപേരുടെയും കഴിഞ്ഞുപോയത് സിനിമാ ജീവിതത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് പീരീഡ് എന്ന് പറയാനാവുന്ന 5 വർഷങ്ങളാണ്. മോഹൻലാലിന്റെ ആണെങ്കിൽ നേരൊഴികെ ബാക്കിയെല്ലാം തിയേറ്ററുകളിൽ ചലനമുണ്ടാക്കാതെ പോയി. ദൃശ്യം 2 ബ്രോഡാഡി പോലത്തെ ഷുവർ ഷോട്ട് ഐറ്റം OTTയിൽ പോയി. എടുത്തു പറയാൻ നേരും ജയിലർ ക്യാമിയോ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നിവിനാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ ഒരു സോളോ ഹിറ്റ് പോലും ഇല്ലാതെ ഏറ്റവും മോശം പേസിൽ അല്പം ആശ്വാസമായത് വർഷങ്ങൾക്ക് ശേഷം ക്യാമിയോ മാത്രമാണ്. ഈ രണ്ടുപേരും കഴിഞ്ഞ ഡെക്കേഡ് കൊടുത്ത വലിയ വിജയങ്ങൾ നമ്മൾക്ക് അറിയാവുന്നതാണ്. ഇവർ ഉണ്ടാക്കിയ ഇമ്പാക്ട്, ബോക്സ് ഓഫീസ് റെക്കോർഡ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും തിരിച്ചു വരിക എന്നുള്ളത് വലിയ ടാസ്ക് അല്ല. ഒരു നോർമൽ കോർട്ട് റൂം ഡ്രാമ വെച്ചും ഒരുപക്ഷെ അയാളുടെ സാന്നിധ്യം ഉണ്ടായില്ലെങ്കിൽ പരാജയം വരെ ആവേണ്ട സിനിമയിൽ ക്യാമിയോ റോൾ വെച്ചും രണ്ടുപേരും 80 കോടിക്ക് മുകളിൽ ഗ്രോസ് ഇട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് ഒന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. ഇന്നിപ്പോ മിക്ക താരങ്ങളും അവരുടെ ബെസ്റ്റ് ഫേസിൽ കടന്നു പോകുമ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും തിരിച്ചുവരവിന് ആണെന്നും വിശ്വസിക്കുന്നു. ലൈനപ്പ് വെച്ച് രണ്ടുപേർക്കും പ്രോമിസിംഗ് പ്രോജക്റ്റുകൾ കയ്യിലുണ്ട്. അതിൽ ലാലേട്ടന്റെ ഉടനെ വരാനിരിക്കുന്നു. നിവിന്റെ ഉടനെ തന്നെ അനൗൺസ്മെന്റ് നടത്തും എന്നും പ്രതീക്ഷിക്കുന്നു. നഷ്ടപ്പെടാതെ തിരിച്ചു പിടിക്കാനുള്ള ടൈമാണിനി. തിരിച്ചുവരവിൽ ഉറപ്പായും ഇൻഡസ്ട്രി ഒന്ന് കുലുങ്ങും. ഇത് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നതും. കാരണം അവരുടെ ഇഷ്ടപ്പെട്ട 2 താരങ്ങളാണ് ഇവർ രണ്ടുപേരും. അവരുടെ തിരിച്ചുവരവ് അവർ ആഗ്രഹിക്കുന്നു. തിരിച്ചുവരവ് 1.5 ആകുമെന്ന് മോഹൻലാലിന്റേതായും നിവിൻ പോളിയുടേതായും അപ്ഡേറ്റുകൾ വരികയാണ്. ഏറ്റവും ആദ്യം മോഹൻലാൽ തന്നെ അത് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ വരുന്ന അപ്ഡേറ്റുകൾ മോഹൻലാലിന്റെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ചില കോമ്പിനേഷനുകൾ ഉണ്ടാവുകയാണ്.